ഐ എം മിസ്സസ് ലക്ഷ്മി നാരായണൻ. ഞാൻ ഈ പായസറാണി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ് പായസം, കടും പായസം എന്നെല്ലാം പറയും. ആ ഒരു പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്, പിന്നെ കോക്കനട്ട്, പിന്നെ ശർക്കര, ഉണക്കലരി, കാഷ്യൂ ആൻഡ് കിസ്മിസ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മി നാരായൺ ഫ്രം തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൻ്റെ റെപ്രസെൻറ്റേഷനായി. ഓക്കെ, എന്താണ് സംഗതി? അതായത് പായസം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ, പാചകമാണോ, എല്ലാ ടൈപ്പ് ഓഫ് കുക്കിങ്ങും ഇഷ്ടമാണോ? കുക്കിംഗ് പൊതുവേ ഇഷ്ടമാണ്. പായസം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. പാഷനായിട്ട് ഉണ്ടാക്കാറുണ്ട്. പാഷനാണ് ഒരു കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷൻ പോലെയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്നൊരു കോള് വന്നപ്പോൾ പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞ് വന്നതാണ്. കുറച്ച് എന്താ പറയുക, ട്രാവലിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എങ്കിൽ പോലും എല്ലാം വളരെ പെട്ടെന്ന് അപ്പോൾ അതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. കോമ്പറ്റീഷൻസിന് മുന്നേ പങ്കെടുക്കാറുള്ള ആളാണോ അതോ അത്ര ഫ്രീക്വന്റ്? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ മീഡിയ ലെവലിൽ കോമ്പറ്റീഷൻ ഇതാണ് ഫസ്റ്റ് ടൈം. അതിന് വരാൻ പറ്റിയിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ അല്ലാതെ ഗ്യാതറിങ്, ലേഡീസ് ഗ്യാതറിങ് അങ്ങനെയുള്ളതിൽ കുറച്ചൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്ത് പായസമാണ് പ്ലാൻ ചെയ്യുന്നത്? ഇതൊരു കടും പായസം, നെയ് പായസം എന്നൊക്കെ പറയില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നെയ് പായസമാണ് പ്ലാൻ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും കോക്കനട്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ കോക്കനട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് രണ്ടും ഫ്രൈ ചെയ്ത് വെച്ച ശേഷം പായസത്തിനുള്ള അരി ഇതിൽ വേവിക്കാനായിട്ട് വെക്കും. ഇതൊരു ട്രഡീഷണൽ പായസമാണ്. ഇപ്പം ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. 2 ഇൻഗ്രീഡിയൻസ് കോക്കനട്ടും കാഷ്യൂവും കിസ്മിസും. ഇനി അടുത്തത് ഈ അരി ഇതിലോട്ട് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. പായസത്തിനുള്ള അരി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വേവിക്കുക. അത് വെന്ത് കഴിയുമ്പം എടുക്കാവുന്നതാണ്. ഒരു 3-4 വിസിൽ വരുമ്പം കുക്കർ എടുക്കാവുന്നതാണ്. അരി ശരിയായിട്ടുള്ള വിസിൽ 4 വിസിൽ, അപ്പോൾ അത് വേവും. ഇനി അടുത്തത് ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ അടുപ്പിൽ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മെൽറ്റ് ചെയ്ത ശേഷം ഇത് കുക്കർ തുറക്കാറാവുമ്പോൾ കുക്കർ തുറന്നിട്ട് അതിലോട്ട് മെൽറ്റ് ചെയ്ത ശർക്കര ഒഴിക്കുക. അതിനുശേഷം ആ റൈസും മെൽറ്റ് ചെയ്ത ശർക്കരയും അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ, അത് മിക്സ് ആവുന്നവരെ അടുപ്പിൽ വെക്കുക. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട്, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അത് രണ്ടും അതിലോട്ട് ഇടുക. ഏലക്കാപ്പൊടിയും ചേർക്കണം. അത് കഴിഞ്ഞ് ഒരു സെർവിങ്, ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലോട്ട് മാറ്റുക. പായസത്തിൻ്റെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പായസത്തിൻ്റെ വെന്ത റൈസ് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര അതിലൊഴിച്ച് നെയ്യും ഒഴിച്ച് കുറച്ച് നേരം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വറ്റിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വറ്റണം എന്നില്ല. കടും പായസം, കിസ്മിസും അണ്ടിപ്പരിപ്പും ഈ കോക്കനട്ടും ഇടുക. ഈ അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. നെയ് പായസം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജായി. ഇനി ഈ പാത്രത്തിൽ നിന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാവുന്നതാണ്. ഇവിടെ എന്തായി ഈ സ്റ്റേജ്? കടും പായസം ഏതാണ്ട് ആയിട്ടുണ്ട്, ഏകദേശമായി വരുന്നു. ഓക്കെ, എളുപ്പമായിരുന്നോ ചെയ്യാനായിട്ട്? ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആദ്യം തീരുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ആളാണ് ഓൾമോസ്റ്റ്. വീട്ടിൽ വിശേഷങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പായസം, പരീക്ഷിക്കാറുണ്ട്, എന്നാലും ഉണ്ടാക്കാറുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി. ഓക്കെ, നൈസ്. ഓക്കെ.